പ്രിയപ്പെട്ടവർ, ഇവിടെ ഓസ്ട്രേലിയയിലെത്തി ഇന്ന് കാലത്ത് ഒരു ചെറിയ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ കുറെ സ്ത്രീകളുടെ കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടും എല്ലാം കണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഓണസദ്യ ഉണ്ടത്. അത് കഴിച്ച് ഈ പരിപാടിയിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞ് ശരി ഒന്ന് വന്ന് കാണാം. ഏതായാലും നമ്മളെ എല്ലാ ഒരു നാട്ടുകാരും മലയാളികളൊക്കെ കാണുമല്ലോ. പക്ഷെ ഈ ഇതിന്റെ സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവര് പ്രകടമായേ പറയാൻ പാടുള്ളൂ, കൂടുതൽ സംസാരിക്കരുതെന്ന്. കാരണം അല്ല, അതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രാസംഗികനോ സുകുമാർ അഴിക്കോട്ടെ പോലെ ഒരുപാട് വിഭവങ്ങൾ കഴിയുന്ന ഒരാളല്ല, പ്രസംഗിക്കാനേ അറിയില്ല. അപ്പം ഓസ്ട്രേലിയൻ ഓണാഘോഷ പരിപാടിക്ക് വരുമ്പം എന്തെങ്കിലും വേണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ 2-3 സാറന്മാരോട് കുറച്ച് വരികളൊക്കെ എഴുതി വാങ്ങി കാണാപ്പാടാക്കി വന്നതാണ്. അതിന് എന്തെങ്കിലും ഒരു വാക്ക് കൂടെ പറഞ്ഞു നാളത്തെ പരിപാടി മൊത്തം പോകാനായി പോകും. അപ്പൊ അതുകൊണ്ട് നാളത്തേക്കുള്ളത് ഒരക്ഷരം പോലും ഞാൻ പുറത്തെടുക്കില്ല. അത് കാണാനും കേൾക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരണം. പിന്നെ ഇവിടുന്ന് എന്നോട് 1-2 പേര് പറഞ്ഞു എന്തെങ്കിലും 2 നമ്പർ അടിക്കണമെന്ന്. അങ്ങനെ കുറച്ച് നമ്പറും ചെത്തി പൂർപ്പിച്ച് അവിടെ കാണുന്നോട്ട് അടിക്കാൻ കൊണ്ട് എടുക്കല്ലേ. ഇത് അങ്ങനെ അടിക്കാനും പറ്റൂല. സിനിമയിൽ പറയുന്ന ആ സന്ദർഭത്തിൽ ആ ഡയലോഗ് ആ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് അത് വരുന്നതാണ്. ഇതിപ്പോ നിങ്ങള് ഞാനൊരു കോമഡി ചെയ്യുന്ന ആളായതുകൊണ്ടല്ലേ 2 പിച്ചടിക്കുന്ന പറഞ്ഞ് കുറച്ച് ഞാനൊരു ബലാത്സംഗം ചെയ്യുന്ന സീനിൽ അഭിനയിക്കുന്ന ഒന്ന് ബലാത്സംഗം ചെയ്ത് വയ്ക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വരും. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വരുന്നതല്ല, അത് ആ സന്ദർഭത്തിൽ സീനിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് പറയുന്നു.